ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒറ്റയ്ക്കൊരു യാത്ര പോവാണ്. അടിപൊളി ഒരു സ്പോട്ടുണ്ട് കോഴിക്കോട്. മലബാറിൻ്റെ ഗവി, കോഴിക്കോടിൻ്റെ സ്വർഗ്ഗമൊക്കെ എന്നറിയപ്പെടുന്ന, എപ്പോഴും മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട്. അപ്പോൾ ഞാൻ പോകുന്നത് ബസ്സിനാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ എത്തിച്ചേരാം, അതുപോലെ തന്നെ അവിടേക്ക് എത്ര രൂപ ടിക്കറ്റ് ആവും, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത്. ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് ലീവാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കൊരു വൺ ഡേ ട്രിപ്പ് നടത്താൻ പോവാണ്. എങ്ങനെയൊക്കെ ആവുമെന്നൊന്നും ഒരു പിടുത്തമില്ല. നമ്മളിപ്പോൾ ഉള്ളത് എരഞ്ഞിപ്പാലത്താണ്. ഞാനിവിടെ എരഞ്ഞിപ്പാലത്ത് ഇറങ്ങി. എരഞ്ഞിപ്പാലത്ത് നമുക്ക് KSRTC ബസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കയറിയിട്ട് പോവാം. എരഞ്ഞിപ്പാലം, ഇവിടെ നിന്നാണ് ഞാൻ ബസ് കയറുന്നത്. നമുക്ക് ബസ് കയറിയിട്ട് സീറ്റൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ വെള്ളിമാട് കുന്നെത്താനായപ്പോഴാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ സീറ്റിലൊക്കെ ഇരുന്ന് വന്നപ്പോഴത്തേക്കും കുന്നമംഗലം എത്തി. നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് 71 രൂപയും എരഞ്ഞിപ്പാലത്ത് നിന്ന് 68 രൂപയുമാണ്. നമ്മുടെ ബസ് കുന്നമംഗലം ബസ് സ്റ്റാൻഡിലോട്ട് കയറി. നമ്മളീ പോകുന്ന ബസ്സേ കക്കാടംപൊയിൽ നായാടുംപൊയിൽ ബസ്സാണ്. ഇത് കൃത്യം 7:10 കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കും. ഈ നേരെ പോകുന്ന റോഡ് വയനാട്ടിലോട്ടാണ്. കുന്നമംഗലത്ത് നിന്ന് നമുക്ക് പോകേണ്ടത് വലതുവശത്തേക്കുള്ള റോഡാണ്. ഈ റോട്ടിലൂടെ പോകുമ്പോഴാണ് NITയും അതേപോലെ KMCT ഹോസ്പിറ്റലും എല്ലാം ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പോകുന്നത് എവിടേക്കാണ്. അതുതന്നെയാണ്, കോഴിക്കോടിൻ്റെ ഒരു സ്വർഗത്തിലേക്കാണ് പോകുന്നത്. കക്കാടംപൊയിൽ നായാടുംപൊയിൽ ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട്. ആ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. അങ്ങനെ നമ്മുടെ ബസ് NITയിലോട്ട് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് ഈ ഒരു ബസ് മാത്രമാണ് നായാടുംപൊയിൽ കക്കാടംപൊയിലോട്ട് സർവീസ് നടത്തുന്നത്, KSRTC. പിന്നെ നമുക്ക് ബസ് അവിടേക്ക് ലഭിക്കുക തിരുവമ്പാടിയിൽ നിന്നാണ്. പിന്നെ നിലമ്പൂരിൽ നിന്നൊക്കെയാണ് കക്കാടംപൊയിലോട്ട് നമുക്ക് ബസ് ഉണ്ടാവുക. ഇത് 2 ട്രിപ്പാണ് തോന്നുന്നു നടത്തുന്നത്. രാവിലത്തെ ട്രിപ്പ് 7:10 കോഴിക്കോട് KSRTCയിൽ നിന്നും എടുക്കും. NITക്ക് അടുത്തുള്ള ചെറിയൊരു ടൗൺ എന്ന് പറയുന്നത് ഈ കട്ടാങ്ങലാണ്. അങ്ങനെ നമ്മൾ മുക്കം ടൗണിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ്
മുക്കം ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബസ് ഇങ്ങോട്ട് വന്നത്. ഇതിന് തിരിച്ച് അഗസ്ത്യമൊഴിയിൽ നിന്ന് തിരിഞ്ഞു പോകണം. എനിക്ക് ഇരിക്കാൻ വിൻഡോ സീറ്റ് കിട്ടിയില്ല. വിൻഡോ സീറ്റിലിരിക്കുന്ന ചേട്ടനോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കട്ടെ എന്ന്. ആ ചേട്ടൻ സമ്മതിച്ചില്ല. ആ ചേട്ടൻ തിരുവമ്പാടി വരെ ഉണ്ടാവും. ഇതാണ് അഗസ്ത്യമൊഴി. ഇവിടുന്ന് തിരിഞ്ഞാണ് നമ്മുടെ കക്കാടംപൊയിലോട്ട് പോവുക. തിരുവമ്പാടിക്ക് ശേഷമാണ് എനിക്ക് വിൻഡോ സീറ്റ് കിട്ടുള്ളൂ. ഞാനപ്പോൾ വിൻഡോ സീറ്റ് ഇരുന്നിട്ടല്ല വീഡിയോ എടുക്കുന്നത്, തൊട്ട് ഇപ്പുറത്തെ സീറ്റ് ഇരുന്നിട്ട് റിസ്ക് എടുത്താണ് ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത്. അങ്ങനെ 8:35 ആയപ്പോഴേക്കും നമ്മൾ തിരുവമ്പാടി ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു 10 മിനിറ്റ് ചായ കുടിക്കാനുള്ള സമയമുണ്ട്. ഇപ്പം നമ്മുടെ ബസ് തിരുവമ്പാടി എത്തിയിരിക്കുകയാണ്. തിരുവമ്പാടിയിൽ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ചായ കുടിക്കാനുള്ള ടൈമാണ്. ഞാനിന്ന് പുറത്തിറങ്ങിയതാണ്. ഇതാണ് തിരുവമ്പാടി ബസ് സ്റ്റോപ്പ്. 8:35 ആകുമ്പോഴത്തേന് തിരുവമ്പാടിയിലെത്തും. ഇതിന് 10 മിനിറ്റ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട്. ഇവിടെ നിന്നും 8:45-നാണ് ഈ ബസ് എടുക്കുന്നത്. അങ്ങനെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി കേട്ടോ. ഇതൊക്കെ ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കൃഷിത്തോട്ടങ്ങളാണ് കൂടുതലും കാണാൻ കഴിയുക. കവുങ്ങ്, വാഴ, അതുപോലെ തെങ്ങ്, കൊക്കോ, ഇതിനെല്ലാം പുറമെ ഇവിടെ ഒരുപാട് കൃഷി ചെയ്യുന്ന ഒരു സാധനമുണ്ട്. എല്ലാ വീടുകളിലും ഉണ്ടാവും ജാതി. നമ്മൾ പോകുന്ന വഴിക്ക് ജാതി തോട്ടം തന്നെ കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ റബ്ബർ തോട്ടം എല്ലാം കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ് തിരുവമ്പാടി. നമ്മളെ ഈ ഒരു യാത്രയിൽ ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. കക്കാടംപൊയിലിനടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു വരിക. ഒരു 1 ഡേ ട്രിപ്പ് എന്ന് തന്നെ പറയാം. ഇതുണ്ട്, ബസ്സിൽ പോകുമ്പോൾ കാണുന്ന വ്യൂ ഉണ്ടോ, എന്തൊരു ഭംഗിയല്ലേ. എപ്പോഴും കോട ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ റോഡൊന്നും നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്ത പോലെ കോടയായിരിക്കും. കുറച്ച് കാര്യങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.
ചുരം പോലെയുള്ള ഒരുപാട് വളവുകളും കയറ്റങ്ങളും കയറി വേണം നമുക്ക് കക്കാടംപൊയിൽ എത്താൻ. ഈ കക്കാടംപൊയിൽ യാത്രയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 150 രൂപ മാത്രമേ ചിലവുള്ളൂ ബസ്സിന്. നിങ്ങൾക്കും വരാം. കോഴിക്കോട് ടൗണിൽ വരുന്നവർക്ക് KSRTC ബസ്സിൽ കക്കാടംപൊയിൽ വന്നു പോകുന്നതിന് 150 രൂപ മാത്രമേ വണ്ടിക്കൂലി ആകുന്നുള്ളൂ. അങ്ങനെ നമ്മൾക്ക് സ്വർഗം കണ്ടു മടങ്ങാം. കോഴിക്കോടിൻ്റെ സ്വർഗം, മലബാറിൻ്റെ സ്വർഗമൊക്കെ എന്ന് പറയാം. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇതുണ്ടോ, ഈ കാണുന്നതൊക്കെ ജാതിക്കയാണ്, ജാതിക്കത്തോട്ടമാണിത്. നല്ല രസമുണ്ട്, നിറച്ച് ജാതിക്കയുണ്ട്. ഈ യാത്രയിൽ നമ്മൾ ഒരു വെള്ളച്ചാട്ടവും കാണുന്നുണ്ട്. ഓരോ യാത്രയും കണ്ണിറയെ കാഴ്ചകൾ നമുക്ക് ലഭിക്കുമ്പോൾ മനം നിറയെ സന്തോഷവും ഒരുപാട് അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ കക്കാടംപൊയിൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് കക്കാടംപൊയിൽ. ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കക്കാടംപൊയിൽ. ചാലിയാർ, ഇരുവഴിഞ്ഞിപ്പുഴ എന്നീ നദികളുടെ ഉത്ഭവം കക്കാടംപൊയിൽ നിന്നുമാണ്. നിലമ്പൂരിൽ നിന്നും കക്കാടംപൊയിലിലേക്ക് 24 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. നമ്മുടെ ബസ് കക്കാടംപൊയിൽ എത്തിയെങ്കിലും ഞാൻ ഇറങ്ങിയില്ല. കാരണം ഞാൻ പോകുന്നത് നായാടുംപൊയിൽ എന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് നമ്മുടെ കാഴ്ചകളുടെ സ്വർഗം ഇരിക്കുന്നത്. ഇനിയുള്ള റോഡേ കുറച്ച് കഷ്ടപ്പാട് നിറഞ്ഞതാണ്. വീതി കുറവുമാണ്, അതുപോലെ തന്നെ ഗട്ടറുമാണ്. അതുകൊണ്ട് തന്നെ ആടി ഉലഞ്ഞാണ് നമ്മുടെ ബസ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്കുള്ള വിനോദസഞ്ചാരികളാണ് കൂടുതലും ഉള്ളത്. ഇപ്പം നമ്മുടെ ബസ്സിലുള്ള എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കുള്ള ആളുകളാണ്. അധികവും വനിതകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ കുറച്ച് ആണുങ്ങളുണ്ട്. എല്ലാവരും നമ്മൾ പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്, അവിടേക്കുള്ള ആളുകളാണ്. നിങ്ങളൊരു വിനോദസഞ്ചാരിയാണോ? യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണോ? ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണോ? എങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ. കക്കാടംപൊയിലിലേക്ക് കാഴ്ചകൾ കണ്ടു മടങ്ങാം സന്തോഷത്തോടെ. ആ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ജാതിക്കയിൽ ജാതിക്ക ഉണ്ടോ, നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാ കൊക്കോ. ഇതൊക്കെ ഇവിടുത്തെ സാധാരണ കാഴ്ചകളാണ്. എല്ലാ വീട്ടിലും ഉണ്ടാവും കൊക്കോയും ജാതിക്കയും. സംഭവം അടിപൊളി വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ഇവിടേക്ക് ബസ് സർവീസും അതുപോലെ തന്നെ റോഡുകളും വളരെ മോശമാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് ബസ് സർവീസും ഇല്ല. അത് വലിയൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. ഞാനൊക്കെ അധികവും
പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ആളാണ്. നമുക്ക് ബൈക്കോ അല്ലെങ്കിൽ കാറൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മളെപ്പോലുള്ള യാത്രക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദം പൊതുഗതാഗതമാണ്. പക്ഷേ അത് ഇവിടേക്ക് കുറവാണ്. അത് വലിയൊരു കുറവായിട്ട് തന്നെ കാണുന്നുണ്ട്. അധികാരികൾ ആരെങ്കിലുമൊക്കെ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂടുതൽ ബസ് സർവീസുകളും അതുപോലെ തന്നെ റോഡുകളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി തന്നാൽ വളരെ നല്ലതായിരിക്കും. ഇത് കണ്ടോ, ഈ പച്ചപ്പ് വച്ച് കിടക്കുന്ന സ്ഥലം കണ്ടോ? അപ്പം നമ്മൾ ഏകദേശം നായാടുംപൊയിൽ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു ഗ്രാമമാണ്. വലിയ കടകളും കാര്യങ്ങളും ഒന്നുമില്ല. ഒരു ചായക്കടയും ഒരു ചെറിയ 1-2 കടകളും മാത്രമേ ഉള്ളൂ. കൂടുതൽ ജീപ്പ് സർവീസാണ് ഇവിടെ ഉള്ളത്. നിരത്തിയിട്ടിരിക്കുന്നുണ്ടോ ജീപ്പ്. അപ്പോൾ നമ്മളെ ബസ് ഇവിടെ വരെ ഉള്ളൂ. നമുക്കിനി ബസ്സിൽ നിന്ന് ഇറങ്ങാം. അപ്പോഴേ നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ ബസ് മുന്നോട്ടെടുത്ത് തിരിച്ചിടാനുള്ള പരിപാടിയാണ്. ഇതൊരു 10 മിനിറ്റുള്ളിൽ നിന്ന് തിരിച്ച് ടൗണിലോട്ട് പോകും. പിന്നീട് ബസ് സർവീസ് വൈകുന്നേരമേ ഉള്ളൂ. ഇവിടെ നമ്മൾ തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. എല്ലാ വിശേഷങ്ങളും പങ്കുവയ്ക്കുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതാണ് നായാടുംപൊയിൽ. KSRTC ബസ്സിന് യാത്ര ചെയ്യുന്നത് ഒരു ഹരമാണ്. അപ്പോൾ കാണാം. ബൈ ബൈ.